ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിത പ്രസാദ് ഒഫീഷ്യൽ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, ബെല്ലൈക്കണൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ ഒരുപാട് ഹാപ്പിയാണ്. കുഴപ്പങ്ങളൊന്നുമില്ല. വീണ്ടും ഈ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് മാങ്ങ സെറ്റാക്കുന്നത് എന്താണെന്ന് മനസ്സിലായേ? ആറ്റിപ്പോയി ആകെ ആദ്യം 2 പേരായിരുന്നു, പിന്നെ 4 പേരായി, ഇപ്പോൾ ഒരുപാട് മെമ്പേഴ്സായി കേട്ടോ. അന്ന് വെച്ചാൽ ഞങ്ങളുടെ കൊച്ചാമോട് ആറിന് ഒരുപാട് ഫാൻസ് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് ആറ്റിപ്പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണല്ലോ ഞങ്ങളുടെ ഒരു സന്തോഷം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ആറിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എടമണ്ണ എവിടെയാണ് ഈ ആറെന്നുള്ളത്. നല്ല രസമായിട്ടോ. ഞങ്ങളെല്ലാവരും ഇപ്പം എന്താ പറയുന്നത്, ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ കിട്ടുകയാണെങ്കിൽ നേരെ ആറ്റിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് അവിടെ പോയി ആ വെള്ളത്തിൽ കിടന്ന് കളിക്കുക, പിന്നെ എന്താ പറയുക, ഈ മാങ്ങയൊക്കെ അരിഞ്ഞുകൊണ്ട് പോവുക, പിന്നെ എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങിക്കൊണ്ട് പോവുക. ഇതൊക്കെ അവിടെ ഇരുന്ന് എപ്പോഴും എല്ലാ ആഴ്ചയിലും പോകുമ്പോൾ ഒരു സന്തോഷമാണ്. എല്ലാവർക്കും ഇപ്പം ആറ്റി പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിൽ വന്നിരിക്കുക. പിന്നെ ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ഞാൻ വാരിയിട്ട് കൊടുത്തു, ഇച്ചിരി എരിയട്ടേന്ന് വെച്ചിട്ട്. പക്ഷേ ഞങ്ങളുടെ ഈ മുളക് പൊടിക്ക് എരിയില്ല കേട്ടോ, കളറ് മാത്രമേ ഉള്ളൂ. പിന്നെ കിച്ചണെല്ലാം ക്ലിയർ ചെയ്ത് അടുക്കളയെല്ലാം ഒതുക്കി പറക്കി പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടിട്ടാണ് ഞാൻ പോയത്. ഇനി കുക്കിംഗ് ഒന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷം ഞാൻ വൈകിട്ട് മലപ്പുറം വരെ പോവാണ്. അനുശേച്ചിയെ കാണണം, ആദർശേച്ചിയുടെ അവിടെ പോവാം. അപ്പം ഓൾറെഡി ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് യൂട്യൂബ് ചാനലില്ല. സോ ഇപ്രാവശ്യം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ചെറിയ ഷോർട്സൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് പണ്ടിലെ അമ്മൂമ്മമാരൊക്കെ നാടകം കാണാൻ പോകുമ്പോൾ ഒരു തോർത്തൊക്കെ തലയിലിട്ടിട്ട് പോകുമല്ലോ, അവിടെ ചെല്ലുമ്പോൾ തോർത്ത് വിരിച്ചിരിക്കുകയാണ്. അതേപോലെ കേട്ടോ ഈ അതുല്യ. ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് കിളി പോയ ഒരു ഐറ്റം ആണെങ്കിലും നല്ല രസമാണ്. അവളുണ്ടെങ്കിൽ എന്താ പറയുക, അതില്ല അമൃത തമ്പുരു, ഇവരോട് സംസാരിക്കുമ്പോൾ ഒരു വേറൊരു വൈബാണ്. പിന്നെ എന്നത്തെയും പോലെ ഇതേ നമ്മുടെ വണ്ടിയും നമ്മുടെ വണ്ടിക്കാരനും വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് ആരൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ പുതിയതായിട്ടുള്ള മെമ്പേഴ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അമ്മു ഉണ്ട്, എൻ്റെ നെയ്ബർ അമ്മു. നാളെ കഴിഞ്ഞാൽ ബാംഗ്ലൂർ തിരിച്ച് പഠിക്കാൻ പോവാം. അവൾ അനസ്തേഷ്യക്ക് പഠിക്കുകയാണ് ബാംഗ്ലൂർ. പിന്നെ പുതുതായിട്ട് നമുക്ക് കൂടെ ഇതാണ്ട് രേഷ്മയുണ്ട് കേട്ടോ. രേഷ്മ വീട്ടിൽ കള്ളം പറഞ്ഞിട്ടൊക്കെയാണ് വന്നെങ്കിലും രേഷ്മയ്ക്ക് ആറൊക്കെ ഇഷ്ടമായി. ഇനി പോകുമ്പോൾ രേഷ്മ ഫാമിലിയൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് സെറ്റായി പോയാൽ നിങ്ങൾക്ക് വീട് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ആറിൻ്റെ ഭംഗിയും ഞങ്ങൾ എത്രത്തോളം എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. പിന്നെ എനിക്ക് ഇപ്രാവശ്യം ഞാൻ എല്ലാ പ്രാവശ്യവും തുണിയെല്ലാം കഴുകി എല്ലാം വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ പോകാറുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് ആറ്റിപ്പോയി വെള്ളത്തിൽ കളിക്കണം. പക്ഷേ ഇത്തവണ എനിക്ക് പറ്റിയില്ല. എനിക്ക് മലപ്പുറം പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് തുണിയെല്ലാം കഴുകിയിട്ടിട്ട് വേണമായിരുന്നു പോകാൻ. അപ്പം ഞാൻ എൻ്റെ തുണിയെല്ലാം ഞാൻ വീട്ടിൽ നിന്നൊരു ബക്കറ്റിനകത്തെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. അവിടെ ചെന്ന് നമ്മുടെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കാറൊക്കെ പാർക്ക് ചെയ്തു. സ്കൂട്ടി അവിടെ വെക്കണ്ട, താഴെ ആറ്റിൻ്റെ അവിടം വരെ പോകും. ആറ്റിൽ ഇറക്കാം കേട്ടോ നമുക്ക് സ്കൂട്ടി. വണ്ടിയൊക്കെ കഴുകണമെങ്കിൽ ആരെയും ഗ്രീഷ്മയൊക്കെ എൻ്റെ പള്ളിയിൽ പോയിട്ട് ആ ബൈബിളോട് കൂടി വീട്ടിൽ കള്ളത്തരം പറഞ്ഞിട്ട് ആറ്റി വന്നതാണ്. പക്ഷേ എന്തായാലും പറയും, വീട്ടിൽ പറയാതൊന്നും വരില്ല. ആരും വീട്ടിൽ പറയാതല്ല വന്നേക്കുന്നത്. എന്തെങ്കിലും ചെറിയ ഹിൻഡെങ്കിലും കൊടുത്തിട്ടേ വരത്തുള്ളൂ. കാരണം വെച്ചാൽ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നാളത്തെ കാര്യം. അപ്പോൾ പിന്നെ അത് അതുല്യ വന്ന ഉടനെ അതുല്യയുടെ കുറച്ച് തുണി അതുല്യ കഴുകിയിട്ട്, എന്നിട്ട് അതുല്യയും രേഷ്മയും തമ്പുരും അമ്മവും ലിമിചാണ്ടും എല്ലാവരും അക്കരെ പോയി. ഞാനും ആരെയും ഗ്രീഷ്മയും ഇവിടെ ഇരുന്ന്, അവരെൻ്റെ കൂടെ ഇവിടെ ഇരുന്ന്. ഞാൻ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരുങ്ങി വന്നത് ആറ്റി കുളിക്കാൻ വന്ന കേട്ടോ. എനിക്ക് കുറച്ച് തുണിയും കൂടി കഴുകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അക്കരെ പോകാത്ത കാരണം ഇവളുമാർ രണ്ടുപേരും എന്നെ ചുറ്റിപ്പറ്റി ഇവിടെ നിന്ന് പോയില്ല. പക്ഷേ ഞങ്ങൾ തുണി കഴുകുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് പറ്റി. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു അമ്മാവന് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ആ അമ്മാവൻ്റെ അഹങ്കാരമൊക്കെ ഒതുക്കി തീർത്തിട്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കേട്ടോ. പറത്തിയിട്ടില്ല, പറഞ്ഞു വിട്ടു. എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചു. എലൈറ്റിൻ്റെ പൈനാപ്പിൾ ചോക്ലേറ്റ് കേക്ക്, പിന്നെ മുറുക്ക് പിന്നെ നമ്മളിങ്ങനെ പണ്ടത്തെ ഒരു നൊക്ലാച്ചി അടിക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ച്. പിന്നെ മാങ്ങ കുറച്ച് അക്കരെ പോയപ്പോൾ അവർ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് തിരിച്ച് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അന്താക്ഷരി കളിക്കുകയായിരുന്നു. വെള്ളത്തിനകത്ത് കടന്നിട്ട് അന്താക്ഷരി കളിച്ചു, ട്രൂത്ത് ഓർ ഡെയർ കളിച്ചു. പിന്നെ കുറച്ച് പേര് നീന്താൻ പഠിക്കുന്നുണ്ട്. അന്താക്ഷരി കളിച്ചത് ഞാൻ കേൾപ്പിക്കാമേ.
ചേച്ചി എനിക്ക് കിട്ടുണ്ടോ ശക്തിയില്ല ചേച്ചി. പിന്നെ മഴയൊക്കെ ഒരു കോള് വന്ന് ചെറുതായിട്ട് മഴയൊക്കെ പിടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഫോണൊക്കെ കൊണ്ടുപോയി വണ്ടിക്കകത്ത് വെച്ചു. അത് കാരണം അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കുളിച്ചു. അമ്മ കുളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും എല്ലാവരും കൂടി കിടന്ന് ചാടിയുണ്ടപ്പോൾ അവൾക്കും ആറ്റിലിറങ്ങാൻ തോന്നി. അവൾ മാത്രം എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ട് വന്നില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും ഡ്രസ്സും തോർത്തും ഒക്കെ ടവലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നത്. എപ്പോൾ വന്നാലും എക്സ്ട്രാ ഡ്രസ്സും ഒരു എക്സ്ട്രാ കവറും എടുത്തിട്ട് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം നനഞ്ഞ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ വെള്ളമൊന്നും ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അമ്മൂനെ ഒരു ടവലൊക്കെ ഉടുപ്പിച്ചിട്ട് കാറിൽ വെള്ളം വീഴാതിരിക്കാൻ സെറ്റാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ ബൈ ബൈ എല്ലാം പറഞ്ഞു. ആദ്യം രേഷ്മയും അതുല്യയും തമ്പുരും കൂടെ ആദ്യം പോയി. പിന്നെ ആര്യയും ഗ്രീഷ്മയും കൂടെ പോയത്. പിന്നെ ആര്യയ്ക്ക് ഞാനൊരു ഹഗ്ഗും ഒരു കിസ്സും ഒക്കെ കൊടുത്തു. ഞാൻ ഇന്ന് വൈകിട്ട് പോയി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരുത്തുള്ളൂ. കൂടെ ഞാൻ കൂട്ടിനെ അതുല്യെ വിളിച്ചു. അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അമൃതയും വിളിച്ചുകൊണ്ടാണ് പോയത് കേട്ടോ മലപ്പുറത്തേക്ക്. ആ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പം പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് ഇനി ഒരുപാട് അങ്ങ് ലോങ് ആക്കുന്നില്ല. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ മറക്കാതെ അമർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കാണാം. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് അടിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പം ഞാനും ടാറ്റ ബൈ ബൈ പറയാണ് കേട്ടോ. ലവ് യു ഓൾ.